ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ ഫേമസ് ആയ ഒരാശയമാണ്. അതായത് എല്ലാ തീരുമാനങ്ങളും എല്ലാ സൊല്യൂഷൻസും ഉണ്ടാക്കുന്നത് ഇന്നോവേഷനാണ്. പക്ഷേ ഇന്നോവേഷൻ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇന്നോവേഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമാജിനേഷനാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ, നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ കാണുന്നതെല്ലാം കാഴ്ചകളാണ്. ഈ കാഴ്ചകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് നോളജ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പം, ഒരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം ഒക്കെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോളജിനെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഈ നോളജിനെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പം ഈ നോളജിന് തന്നെ രണ്ട് വശമുണ്ട്. ഒന്ന്, നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കാണുന്നത് പോലെയാണ് നമ്മൾ അകന്നു നിന്ന് ഒരാളെ കാണുന്നത്. അതായത് പല വീക്ഷണ കോണുകളുണ്ട്. ഇപ്പം ഈ വീക്ഷണ കോണുകൾ എന്ന് പറഞ്ഞാൽ ഒരു മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന മണ്ണിര ഭൂമിക്ക് മുകളിൽ നടക്കുന്ന, അതായത് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെ, മരങ്ങൾ വളരുന്നു, ആടുമാടുകൾ നടക്കുന്നു, ഇതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ മണ്ണിര എങ്ങനെയാണ് കാണുന്നത്? മണ്ണിര കാണുന്നത് ഒരു ശബ്ദമായിട്ടാണ്. മനസ്സിലായോ? ഇതുപോലെ തന്നെയാണ് ഒരു പൂച്ച എങ്ങനെയാണ് അതിൻ്റെ അപ്പുറമുള്ളൊരു സംഭവത്തെ കാണുന്നത്? പൂച്ച കാണുന്ന പൂച്ചയുടെ കാഴ്ചപ്പാടിൽ നിന്നാണ്. ഇനി പാമ്പ് കാണുന്നതോ? പാമ്പ് കാണുന്നത് പാമ്പിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാണ്. എങ്ങനെയാണ് കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത്? പാമ്പ് ചിലപ്പം ശബ്ദം കേട്ട് സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. അപ്പം പാമ്പിന് ഹ്യൂമൻ സംസാരിച്ചാലും പൂച്ച സംസാരിച്ചാലും എല്ലാം സംസാരിച്ചാലും കാറ്റുണ്ടാകുന്നതും എല്ലാം ശബ്ദമാണ്. ശബ്ദം എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ്, വീക്ഷണ കോണത്തിൽ നിന്നാണ് ഇത് എല്ലാത്തിനെയും കാണുന്നത്. എന്നാൽ ഒരു പക്ഷിയോ? പക്ഷിക്ക് പല ഇതുണ്ട്. വവ്വാല് കാണുന്ന കാഴ്ചയല്ല പരുന്ത് കാണുന്നത്. പക്ഷെ കാണുമ്പം ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്, അടുത്ത് നിന്ന് ഒരു കാര്യത്തെ നമ്മൾ കാണുന്നതും പക്ഷി കാണുന്നത് പറയുന്നത് ആ സാഹചര്യം മൊത്തം കാണുക. കാരണം അത് ആകാശങ്ങളുടെ ഉന്നതത്തിൽ നിന്നാണ് ഒരു കാര്യത്തെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീക്ഷണ കോണുകൾ തൊട്ടടുത്ത് നിന്ന് ഒരാളെ കാണുന്നത് പോലെ ആയിരിക്കരുത്. അല്ലെങ്കിൽ പല പല വീക്ഷണ കോണുകളിൽ നിന്ന് കാണുന്നത് പോലെ കാണുകയും വേണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ വീക്ഷണ കോണും വേറെ വേറെ. കാരണം പൂച്ച ഒരു പട്ടീനെ കാണുന്ന കാഴ്ചപ്പാടല്ല ഒരു മണ്ണിര ഒരു പട്ടീനെ കാണുന്നത്. ഇങ്ങനെ ഓരോന്നും മാറിക്കൊണ്ടിരിക്കും. ഇത് കാണുന്ന പോലെയല്ല വവ്വാല് കാണുന്നത്. കാരണം വവ്വാലിൻ്റെ ശബ്ദത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് അത് ശബ്ദമാണ്. ഇതുപോലെയാണ് നമുക്കുള്ളിലേക്ക് ലഭിക്കുന്ന എല്ലാ നോളജുകളും. നമ്മുടെ വീക്ഷണ കോണുകൾ നമ്മൾ തന്നെ മാറ്റിക്കൊണ്ടിരിക്കണം. കാരണം തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തിനെ നമ്മൾ നേരിട്ട് കാണുന്ന പോലെയല്ല കുറച്ച് അകന്നു നിന്ന ഒരു വ്യക്തിനെ കാണുന്നത്. കാരണം അയാൾക്ക് വ്യത്യാസങ്ങളുണ്ടാകും, സാഹചര്യവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലും ശക്തമായ ഒരു കാഴ്ചയായിരിക്കും മുകളിൽ നിന്ന് നോക്കുന്ന ഒരു പക്ഷി ഈ സാഹചര്യത്തെ മൊത്തം കാണുന്നത്. ഈ സാഹചര്യങ്ങളെ മൊത്തം കാണുക എന്ന് പറയുന്ന ഈ സ്റ്റേജിലാണ് ബേർഡ്സ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നതാണ് യഥാർത്ഥ വീക്ഷണം എന്ന് പറയുന്നത്. കാരണം സമഗ്രമായ വീക്ഷണമാണ്, സമഗ്രമായ അറിവാണ്. ആ പ്രദേശത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്കുണ്ടാവും. ഇനിയാണ് ഈ നോളജാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ എപ്പോഴും പ്രധാനപ്പെട്ടതായിട്ട്. പക്ഷേ നോളജിൻ്റെ രണ്ടാം സ്റ്റേജ് എന്ന് പറയുന്നത് ഇമാജിനേഷനാണ്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഒരു പ്രശ്നമുണ്ടാകണം, അല്ലെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകണം. കാരണം എന്തുകൊണ്ടാണ് ഐസക് ന്യൂട്ടൻ ഭൂഗുരുത്വം കണ്ടുപിടിച്ചത്? ഭൂഗുരുത്വം കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ഒരു ആപ്പിൾ വന്ന് വീണതുകൊണ്ടാണ്. പക്ഷേ ഐസക് ന്യൂട്ടന് മുമ്പും ആളുകളുടെ തലയിൽ ആപ്പിൾ വീണിട്ടില്ലേ? ഒരുപാട് പേരുടെ തലയിൽ ആപ്പിൾ വീണിട്ടുണ്ട്. പക്ഷെ അവരാരും കണ്ടെത്തിയില്ല, ഒന്നും ശ്രദ്ധിച്ചില്ല. ഐസക് ന്യൂട്ടനെയും അവരെയും തമ്മിൽ വ്യത്യസ്തനാക്കുന്ന ഘടകം എന്ന് പറയുന്നത് എന്തായിരുന്നു? കാരണം ഇതിനു മുമ്പ് ആപ്പിൾ വീണവരെല്ലാം ഒന്നല്ലേ ആപ്പിൾ മരത്തെ ശപിച്ചു, അല്ലേ ആപ്പിളിനെ ശപിച്ചു, ഇല്ലെങ്കിൽ സ്ഥലം മാറിയിരുന്നു. പക്ഷെ അവരാരും ചെയ്യാത്തൊരു കാര്യം ഐസക് ന്യൂട്ടൻ ചെയ്തു. അയാൾ ക്വസ്റ്റ്യൻ ചെയ്തു.
പുള്ളിക്ക് ഒരു പ്രശ്നം വന്നപ്പം, പുള്ളിയുടെ തലയിൽ ഒരു ആപ്പിൾ വന്ന് വീണപ്പം ഐസക് ന്യൂട്ടൺ ചിന്തിച്ചത് എന്താ? എന്തുകൊണ്ട് ആപ്പിള് എൻ്റെ തലയിൽ വന്ന് വീണു? എന്തായിരിക്കും ആപ്പിളിനെ എൻ്റെ തലയിൽ കൊണ്ടുപോയി ഇടിപ്പിച്ചത്? എന്തുകൊണ്ട് ആപ്പിൾ വേറെ എങ്ങോട്ടും പോയില്ല, എൻ്റെ തലയിലേക്ക് തന്നെ വന്ന് വീണു? ഈ ഒരു ചോദ്യം പുള്ളി ചോദിച്ചു. ബാക്കിയുള്ള എല്ലാ ആപ്പിൾ വീണ മനുഷ്യരിൽ നിന്നും ഐസക് ന്യൂട്ടനെ വ്യത്യസ്തനാക്കിയത് അയാൾ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്. എന്തുകൊണ്ട് ഈ മരത്തിൽ നിന്ന് ആപ്പിള് എൻ്റെ തലയിൽ വന്ന് വീണു? ഇതൊരു പേഴ്സണൽ വ്യൂ ഓഫ് പോയിന്റാണ്. പുള്ളിക്ക് സംഭവിച്ച ഒരു പേഴ്സണൽ കാര്യങ്ങൾ. പക്ഷേ പുള്ളി അത് പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രമല്ല കണ്ടത്. പുള്ളി അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് വന്നു. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പുള്ളി യൂണിവേഴ്സിനെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ചന്ദ്രൻ ഭൂമിയിലേക്ക് വീഴുന്നില്ല, സൂര്യൻ ഭൂമിയിലേക്ക് വീഴുന്നില്ല? പുള്ളിക്ക് ചോദ്യമുണ്ടായത് ആപ്പിൾ തലയിൽ വീണിട്ടാണ് ഉണ്ടായത്, ചോദ്യം ചോദിച്ചത്. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്തുകൊണ്ട് ആപ്പിൾ എൻ്റെ തലയിലേക്ക് വീണു, വേറെ എങ്ങോട്ടും പോയില്ല, പക്ഷെ എന്തുകൊണ്ട് ചന്ദ്രനും സൂര്യനും ഒന്നും താഴേക്ക് വീഴുന്നില്ല? ഈ ചോദ്യമാണ് ഭൂഗുരുത്വം എന്ന വലിയ ഒരു പ്രത്യാശാസ്ത്രത്തെക്കുറിച്ച് ലോകത്തിന് അറിവ് നൽകുന്ന രീതിയിൽ തിയറി ഉണ്ടാക്കിയത്. കാരണം ആരും ചോദിക്കാതിരുന്ന ചോദ്യം ചോദിച്ചപ്പം ആ ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ലാത്തത് കൊണ്ട് പുള്ളി അതിൻ്റെ ഉത്തരം അന്വേഷിച്ചു പോയി. അപ്പം ചോദ്യം ചെയ്യുക എന്ന് പറയുന്നതാണ് എല്ലാ അറിവിൻ്റെയും കേന്ദ്രബിന്ദു. കാരണം ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ടാണ് ആ പുള്ളിക്ക് അതിലേക്ക് എത്താൻ പറ്റിയത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും സെയിം ആയിട്ടും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ജനിച്ച കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അവസ്ഥയല്ല ഇന്ന്. എന്നാൽ അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്ന കാര്യങ്ങളുമുണ്ട്. ഈ ഒരുപോലെ നിൽക്കുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആകാത്തതും ഡിഫറെൻ്റ് ആയതിൻ്റെയും കാരണങ്ങളുണ്ട്. ഡിഫറെൻ്റ് ആയ ഫീൽഡിലെല്ലാം ഓരോരുത്തരും ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ഉദയം തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത് CD വാങ്ങിച്ചുകൊണ്ട് പോയൊരു മനുഷ്യൻ പുള്ളിയുടെ വീട്ടിൽ ഒരു 40 രൂപ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വന്നു. കാരണം 2 ദിവസം താമസിച്ചപ്പോൾ പുള്ളിക്ക് റെൻറ്റ് ആയി 2 ദിവസം. അപ്പം ആ 40 രൂപ കൊടുത്തിട്ട് പുള്ളി തിരിച്ചു വന്നപ്പം എന്തുകൊണ്ട് പുള്ളി ജിമ്മിലേക്കാണ് പോയത്. ജിമ്മിൽ ചെന്ന് പുള്ളി ചിന്തിച്ചു, ഈ ജിമ്മിൽ ഞാൻ ഒരു ദിവസം മുഴുവൻ ഇരിക്കുന്നുണ്ട്, പക്ഷേ കൊടുക്കുന്നത് ഒരൊറ്റ പേയ്മെൻറ്റേ ഉള്ളൂ, ഒരു മാസത്തെ പേയ്മെൻറ്റേ ഉള്ളൂ, എക്സ്ട്രാ ഇല്ല. പക്ഷേ ഇപ്പം ഞാൻ എന്തിനാ 40 രൂപ അഡീഷണൽ കൊടുക്കേണ്ടി വന്നേ? അപ്പം അഡീഷണൽ ഞാൻ 40 രൂപ കൊടുക്കേണ്ടി വന്നത് അതിൻ്റെ റെൻ്റാണ്. ഈ റെൻ്റ് എങ്ങനെ എനിക്ക് ഒഴിവാക്കാം? ഒരു CD വാങ്ങിച്ചാൽ ഒരു മാസം മൊത്തം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ എങ്ങനെ ആക്കാം? ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചാണ് ഇന്ന് കാണുന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ ഉദയം. ഒരൊറ്റ പേയ്മെൻറ്റ് ചെയ്താൽ ഒരു മാസത്തേന് ഫ്രീ. ആദ്യം അത് CD-യിലാണ് തുടങ്ങിയത്, ഇന്ന് ഡിജിറ്റലായി. ഇതാണ് വ്യത്യാസം. ഇങ്ങനെ നോക്കിക്കോ, എല്ലാം നോക്കിക്കോ. ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തേടി അവർ പോയപ്പോഴാണ് വളരെ ഇന്നോവേറ്റീവായ ഐഡിയ അവർക്കുണ്ടായത്. അവരുടെ വീക്ഷണകോണുകളും പേഴ്സണലോ വ്യക്തിപരമോ ആയ ആംഗിളിൽ നിന്ന് മാത്രമല്ലായിരുന്നു. അവർ ലോകം മുഴുവൻ എന്ന ഒരു പോയിന്റിൽ നിന്നാണ് ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ചത്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ന്യൂട്ടൺ പറഞ്ഞ ആ ആശയങ്ങളൊന്നും ന്യൂട്ടൻ്റെ കാലത്ത് നിന്ന ഒരു മനുഷ്യനും മനസ്സിലാകുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് മാറ്റം എന്ന് പറയുന്നത് വർഷങ്ങളെടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം വേറെ ആർക്കും അറിയാമേൽ ചോദിക്കാത്തൊരു ചോദ്യത്തിന് പുള്ളി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഉത്തരം കിട്ടിയപ്പം ആ ഉത്തരം തന്നെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പുള്ളിക്ക് പോലും പറ്റുന്നില്ലായിരുന്നു. കാരണം ആരും ഉൾക്കൊള്ളുന്നില്ലായിരുന്നു. അപ്പം പുള്ളിനെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിലാണ്, പുള്ളിനെ എല്ലാവരും ബഹുമാനിച്ചു പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്ക് കുറച്ചെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയത്. എന്നാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഗലീലിയോ ഒരു ചോദ്യം ചോദിച്ചു. അരിസ്റ്റോട്ടിലിൻ്റെ നിയമം അനുസരിച്ച് ഭൂമി അവിടെ തന്നെ നിൽക്കുകയും ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും
ഭൂമിക്ക് ചുറ്റും വലയം ചെയ്യുകയും ചെയ്യുന്നു എന്നതായിരുന്നു അന്ന് വരെ ലോകത്തുണ്ടായിരുന്ന ഒരു അറിവിൽ നിന്ന് പുള്ളി സംസാരിച്ചത്. പുള്ളിയുടെ അറിവാണ് പിന്നീടുള്ള കാലം മുഴുവൻ ഇങ്ങോട്ട് പോകുന്നത്. ഇതിനെയാണ് ഗലീലിയോ ചോദിച്ചത്. ചോദ്യം ചെയ്യില്ല. ഗലീലിയോ ഒരു കാഴ്ച കണ്ടു. ആകാശത്തേക്ക് പുള്ളിയുടെ ടെലസ്കോപ്പ് വെച്ച് പുള്ളി നോക്കി 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 ഗ്രഹങ്ങളെ വീക്ഷിച്ചു, ചന്ദ്രനെ വീക്ഷിച്ചു, ഒരുപാട് കാര്യങ്ങളെ വിളിച്ചപ്പം പുള്ളിക്കൊരു കാര്യം മനസ്സിലായി. ഭൂമിയല്ല കറങ്ങുന്നത്, ഭൂമിയാണ് കറങ്ങുന്നത്, സൂര്യനല്ല കറങ്ങുന്നത്. അത് പുള്ളിക്കൊരു അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എത്തിയപ്പം പുള്ളിക്ക് എന്ത് സംഭവിച്ചു? പുള്ളിനെ എല്ലാവരും ജയിലിൽ ഇടുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ വിശ്വസിച്ചു കൊണ്ടിരുന്ന ഒരു വിശ്വാസ സംഹിതയെ ഗലീലിയോ ആദ്യമായിട്ട് ചോദ്യം ചെയ്യുകയല്ല ചെയ്തത്. പുള്ളിക്കുണ്ടായ വീക്ഷണ കോണുകളിൽ നിന്ന് പുള്ളി ഒരു ആശയത്തെ അവതരിപ്പിക്കുകയോ ചെയ്തത്. പക്ഷെ അത് മനസ്സിലാകുന്നവരായിട്ട് ആരും അന്ന് ഉണ്ടായിരുന്നില്ല. കാരണം വിശ്വാസത്തെ മാറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക്. കാരണം ഒരു വിശ്വാസത്തിന് വേണ്ടി മാത്രമേ ഒരു മനുഷ്യൻ മരിക്കാൻ തയ്യാറാകത്തുള്ളൂ. കാരണം വിശ്വാസത്തിന് അത്രയും പവറുണ്ട്. അപ്പം അവർ വിശ്വസിച്ച് പോകുന്നത് ഇത്രയും കാലങ്ങളായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു ചിന്താധാരയെയാണ് ഗലീലിയോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇത് തന്നെ പല കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം നൂറ്റാണ്ടുകളായിട്ട് പിന്തുടർന്ന് പോരുന്ന ഒരു വിശ്വാസ സംഹിതയെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്താൽ പലപ്പോഴും അവിടെ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നം എന്ന് പറയുന്നത് വിശ്വാസത്തിന് വേണ്ടി മനുഷ്യൻ മരിക്കാൻ വരെ തയ്യാറാകും എന്നുള്ള ഒരു ഫണ്ടമെൻ്റൽ ആശയം അതിനകത്തുള്ളത് കൊണ്ടാണ്. അപ്പം ഗലീലിയോനെ ജയിലിലിട്ടു. കാരണം എന്താ? ഗലീലിയോ ചോദിക്കുന്നൊരു ചോദ്യം, അല്ലെങ്കിൽ പുള്ളിക്ക് മനസ്സിലായ ഒരു ആംഗിൾ ഓഫ് പോയിന്റിൽ നിന്ന് കാര്യങ്ങളെ കാണാൻ അന്ന് ശേഷിയുള്ള വ്യക്തികളായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് കാലങ്ങളെടുത്തു ഇതെല്ലാം തെളിഞ്ഞു വരാൻ. ഇത് തന്നെ ഐൻസ്റ്റീൻ ചോദിച്ചു. ന്യൂട്ടൺ പറഞ്ഞ തിയറികളൊന്നും ഐൻസ്റ്റീന് ഇതാണ് സത്യം എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ ജീവിച്ച് വരുമ്പം ഐൻസ്റ്റീൻ എന്നൊരു വ്യക്തി ന്യൂട്ടൺ എന്ന ആശയം, ന്യൂട്ടോണിക് റൂളിനെ ക്വസ്റ്റ്യൻ ചെയ്തു. കാരണം ഇത് വെച്ച് എങ്ങനെയാകും? ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉണ്ടോ? അതോ ഭൂമിയാണോ ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ ഇതിലേക്ക് ആകർഷിക്കുന്നത്? അതോ ഭൂമിയുടെ അന്തരീക്ഷമാണോ ഇത് നടത്തുന്നത്? ഇങ്ങനെയുള്ളൊരു 100-150 പല ചോദ്യങ്ങൾ പല പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഐൻസ്റ്റീൻ ന്യൂട്ടനെ ക്വസ്റ്റ്യൻ ചെയ്യുകയല്ല, ന്യൂട്ടോണിയൻ റൂള് എവിടെയാണോ പരാജയപ്പെട്ടിരിക്കുന്നത് അവിടെ നിന്ന് പുതിയൊരു റൂള് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ സംഭവിക്കും എന്ന് പുള്ളിയുടെ ആശയ സംഹിതയിൽ നിന്ന് പുള്ളി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്കൊരു ഇതുവരെ ആരും ന്യൂട്ടോണിയൻ റൂളിനെ കുറിച്ച് ചോദിക്കാത്ത ഒരു ചോദ്യം ഐൻസ്റ്റീൻ ചോദിച്ചപ്പോഴാണ് ഐൻസ്റ്റീന് മനസ്സിലായത് ഭൂമിയുടെ ഗുരുത്വാകർഷണമല്ല ഇതിനെ നിയന്ത്രിക്കുന്നതെന്ന്. പകരം ഗ്രാവിറ്റേഷണൽ വേവ് എന്നൊരു പുതിയ ആശയത്തിലേക്ക് പുള്ളി കൊണ്ടുവന്നത് ഇന്ന് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ഗ്രാവിറ്റേഷണൽ വേവ് ആണ്. അതായത് ഗാലക്സിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു മഹാശക്തിയാണ് ഇതിനെല്ലാം റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. അതിനകത്ത് സൂര്യൻ വരെ ഉൾപ്പെട്ടതാണ്. സൂര്യൻ്റെ റൊട്ടേഷൻ കുറവാണെന്ന് മാത്രം. എല്ലാം കറങ്ങുന്ന, ചലനമില്ലാത്തതായിട്ട് ഭൂമിയിൽ ഒന്നുമില്ല എന്ന ഒരു വലിയ വീക്ഷണകോണിലേക്ക്. ഒന്നും കൂടി സിമ്പിളായി പറഞ്ഞാൽ, ആപ്പിൾ തലയിൽ വീണപ്പോഴാണ് ന്യൂട്ടന് ചിന്തയുണ്ടായി പുള്ളി അത് പ്രകൃതി എന്ന മഹാ പ്രോസസ്സുമായിട്ട് കണക്ട് ചെയ്തതെങ്കിൽ ആ പ്രോസസ്സ് ഒരു ശരിയായ നിഗമനമല്ല എന്ന് ഐൻസ്റ്റീൻ ചിന്തിക്കുകയും പകരം ഐൻസ്റ്റീൻ്റെ പേഴ്സണൽ വ്യൂവിൽ ഐൻസ്റ്റീൻ ചെന്ന് ആപ്പിളിൽ ഇടിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് പുള്ളി കാര്യങ്ങളെ കണ്ടത്. അതാണ് പറഞ്ഞത്, ലോജിക്കിന് മനസ്സിലാകുന്ന ഒരു സയൻസ് അല്ല ഐൻസ്റ്റീൻ്റെ സയൻസ്. കാരണം പ്രകൃതിയുടെ വീക്ഷണകോണിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവരെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചു. നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലും എല്ലാം പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഇമാജിനേഷൻ വർക്ക് ചെയ്യുന്നത്. ഇമാജിനേഷൻ വർക്ക് ചെയ്താണ് നമ്മളൊരു ക്രിയേറ്റീവായ പുതിയ ആശയം ഉണ്ടാകുന്നത്. കാരണം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പം ആ പ്രതിസന്ധിയെ ശപിച്ചുകൊണ്ടിരിക്കുന്നവരാണ് 90% പീപ്പിള്. കാരണം ആ പ്രതിസന്ധി വന്നു, എനിക്ക് ദുരിതം ഉണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, കഷ്ടപ്പാടുണ്ടായി എന്ന് പറഞ്ഞാൽ ആ പ്രതിസന്ധിയെ ശപിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആ പ്രതിസന്ധിയുമായിട്ട് ടോളറേറ്റ് ചെയ്ത് ജീവിക്കും.
ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. ഇതുമായിട്ട് ടോളറേറ്റ് ചെയ്യാതെ ഇത് വരുമ്പം എന്തുകൊണ്ട് അത് ഉണ്ടായി എന്നൊരു ചോദ്യം ചോദിക്കുന്നിടത്താണ് പുതിയ ഇമാജിനേഷൻ ബ്രെയിൻ വർക്ക് ചെയ്യുകയുള്ളൂ. അങ്ങനെ ബ്രെയിൻ വർക്ക് ചെയ്താലാണ് ഇതുവരെ ആരും ചിന്തിക്കാത്ത ആശയങ്ങളിൽ എത്താൻ പറ്റത്തുള്ളൂ. കാരണം ഇതുവരെ ആരും എത്താത്തൊരു ചോദ്യം ചോദിച്ചാൽ മാത്രമേ ഇതുവരെ ആരും കണ്ടുപിടിക്കാത്ത ഒരു ഉത്തരത്തിലെത്താൻ പറ്റത്തുള്ളൂ. ഇതുകൊണ്ടാണ് പറയുന്നത് അറിവ്, ഇമാജിനേഷൻ, ക്വസ്റ്റ്യൻ, ക്രിയേറ്റിവിറ്റി, ഇതും 4 കണക്റ്റഡ് ആണ്.